കൃത്യമായ തയ്യാറെടുപ്പുകൾക്കൊപ്പം തന്നെ തൊഴിലവസരങ്ങളെ യഥാസമയങ്ങളിൽ അറിയുക എന്നതും പ്രധാനമാണ്. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റ് ആകാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. 34 ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. ഉദ്യോഗാർത്ഥികൾ 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നുമിടയിൽ ജനിച്ചവരായിരിക്കണം. ശമ്പളം 23,000 മുതൽ 50,200 രൂപ വരെ. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിൽ രഹിതരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഫീസില്ല. എഴുത്തുപരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂലൈ 2. കൂടുതൽ വിവരങ്ങൾക്കായി hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ സേഫ്റ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 34 ഒഴിവുകളാണ് നിലവിലുള്ളത്. കരാർ വ്യവസ്ഥയിൽ 3 വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത്. 10ാം ക്ലാസ് ജയം, ഫയർ അല്ലെങ്കിൽ സേഫ്റ്റിയിൽ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള 1 വർഷ ഡിപ്ലോമ എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഫാക്ടറി, കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനി എന്നിവയിൽ ഏതിലെങ്കിലും സേഫ്റ്റി മേഖലയിൽ 1 വർഷ പരിശീലനമോ പ്രവൃത്തി പരിചയമോ ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് 30 വയസ്സ് കവിയാൻ പാടില്ല. അർഹരായവർക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശമ്പളം ആദ്യ വർഷം പ്രതിമാസം 23,000 രൂപയും 2ാം വർഷം 24,000 രൂപയും 3ാം വർഷം 24,800 രൂപയുമാണ് ലഭിക്കുന്നത്. കൂടാതെ ഓവർ ടൈം ആനുകൂല്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷാ ഫീസ് 200 രൂപയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂൺ 11. വിശദ വിവരങ്ങൾക്കായി www.cochinshipyard.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഇലക്ട്രീഷ്യൻ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇത് കരാർ നിയമനമാണ്. ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഒഴിവുകളുടെ എണ്ണം 1. 50 വയസ്സാണ് പ്രായപരിധി. പ്രതിമാസം 25,000 രൂപ ശമ്പളമായി ലഭിക്കും. 1 വർഷമാണ് കാലാവധി. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂൺ 15. മറ്റ് തസ്തികകൾ, യോഗ്യത എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ www.careers.cdit.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 178 ഒഴിവുകളാണ് നിലവിലുള്ളത്. വിമുക്ത ഭടന്മാർക്കും അപേക്ഷിക്കുവാൻ സാധിക്കും. വാട്ടർ വിങ്ങിലാണ് അവസരം. സബ് ഇൻസ്പെക്ടർ മാസ്റ്റർ, എൻജിൻ ഡ്രൈവർ, ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ, എൻജിൻ ഡ്രൈവർ, വർക്ക്ഷോപ്പ് എന്നീ വിഭാഗങ്ങളിലായാണ് ഒഴിവുകളുള്ളത്. സബ് ഇൻസ്പെക്ടർ മാസ്റ്റർ വിഭാഗത്തിൽ 7 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2nd ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായം 22 മുതൽ 28 വയസ്സ് വരെ. ശമ്പളം 35,400 മുതൽ 1,12,400 രൂപ വരെ. സബ് ഇൻസ്പെക്ടർ എൻജിൻ ഡ്രൈവർ തസ്തികയിൽ 4 ഒഴിവുകളാണ് ഉള്ളത്. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 1st ക്ലാസ് എൻജിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കുറഞ്ഞ പ്രായം 20-ഉം കൂടിയ പ്രായം 28-ഉമാണ്. ശമ്പളം 35,400 മുതൽ 1,12,400 രൂപ വരെ. ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ തസ്തികയിൽ അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത
10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ സ്രാങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 35 ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രായം 20 മുതൽ 25 വരെ. 25,500 മുതൽ 81,100 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവർ വിഭാഗത്തിൽ 57 ഒഴിവുകളാണ് ഉള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമാണ്. സെക്കൻഡ് ക്ലാസ്സോടെയുള്ള എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായം 20 മുതൽ 25 വരെ. ശമ്പളം 25,500 മുതൽ 81,100 രൂപ വരെ. കൂടാതെ ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് വിഭാഗത്തിലും കോൺസ്റ്റബിൾ ക്രൂ വിഭാഗത്തിലും ഒഴിവുകളുണ്ട്. വിശദാംശങ്ങൾക്കായി rectt.bsf.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂൺ 30. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് 2024 ITI പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 12 ITIകളിലായി വയർമാൻ, ടർണർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, വെൽഡർ, ഫിറ്റർ, ടെക്നിക്കൽ പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ്, ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡുകളിലേക്ക് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 260 സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. പ്രവേശനം ആഗ്രഹിക്കുന്നവർ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ www.laborwelfarefund.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന തീയതി 2024 ജൂൺ 30. പ്രവേശനത്തിനായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ആണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 300 രൂപ ബോർഡിൽ നിന്നും സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നതാണ്. വിശദാംശങ്ങൾക്കായി laborwelfarefund.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം കാര്യവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മിഭായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഗുവാഹത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മിഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെൻറ്റർ എന്നിവിടങ്ങളിൽ 2024-2025 അധ്യയന വർഷത്തിൽ വിവിധ കോഴ്സുകളിൽ പ്രവേശനത്തിനായി ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാം. ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്, PhD ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ കോഴ്സുകളിലാണ് പ്രവേശനം ലഭിക്കുന്നത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂൺ 18. വിശദാംശങ്ങൾക്കായി www.lncpe.ac.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. 0471-241-2189 എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.